+1 മാത്സ് ലാബ് 14 ആണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ആണ് ഈ ലാബിൻ്റെ പേര്. പ്രധാനമായും 3 ആക്ടിവിറ്റീസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 14.1 എന്ന് പറയുന്നത് ജോമെട്രിക്കൽ മീനിങ് ഓഫ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റ് ഡെറിവേറ്റീവിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി നമുക്കൊരു അപ്ലറ്റ് തന്നിട്ടുണ്ട്, ML 14.1. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ഫംഗ്ഷൻ f(x) എന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന നമ്പർ, വി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് വാല്യൂ യൂസിങ് ഇൻപുട്ട് ബോക്സ് ഫോർ ഇറ്റ്. അത് മാറ്റാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് തന്നിരിക്കുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് f(a) ഗ്രാഫിലാണ്. പിന്നെ ഒരു ടാൻജൻറ്റ് ഒരു കാണാൻ വേണ്ടി ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ഷോ ചെയ്യുകയും ഹൈഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഒരു h എന്ന് പറയുന്ന ഒരു സ്ലൈഡറുണ്ട്. അതിൻ്റെ q എന്ന് പറയുന്ന പോയിൻ്റാണ് a+h, f(a+h). ഈ പിയും ക്യൂവും ഈ a+h എന്നും f(a+h) എന്നുമാണ് കാണിക്കുന്നത്, q എന്ന് കാണിക്കുന്നില്ല. അത് നമ്മുടെ അപ്ലറ്റിൻ്റെ അകത്ത് അങ്ങനെയാണ്. പിന്നെ സീക്വൻ്റ് ലൈൻ കാണിക്കാൻ വേണ്ടി ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സീക്വൻ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു കർവിലെ 2 പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് സീക്വൻ്റ് ലൈൻ എന്ന് പറയുന്നത്. ടാൻജൻറ്റ് ലൈൻ അറിയാം, ഒരു കർവിൽ ടച്ച് ചെയ്ത് പോകുന്ന, ഒരു കർവിൻ്റെ ഒരു പോയിന്റിൽ കൂടി ടച്ച് ചെയ്ത് പോകുന്ന ലൈനെയാണ് ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീക്വൻ്റ് ലൈൻ മനസ്സിലാക്കുക, ഒരു 2 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് സീക്വൻ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. ഞാൻ 14.1 എന്ന് പറയുന്ന അപ്ലറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇത് നമുക്ക് ട്രെയിനിങ് സമയത്ത് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം f(x) എന്നൊരു ഫംഗ്ഷൻ, എ എന്ന് പറയുന്ന വാല്യൂ മാറ്റാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ്, സ്ലൈഡർ, ഇത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്, ഈ സീക്വൻ്റ് ലൈന്. അതിപ്പോൾ എന്താണെന്ന് കാണിക്കാം. ഇത് സ്ലോപ്പ്, m എന്ന് പറയുന്ന സ്ലോപ്പാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് ടാൻജൻറ്റ് ലൈൻ ആദ്യം ഞാൻ ഷോ ചെയ്തു, സീക്വൻ്റ് ലൈൻ. ഇതാണ് സീക്വൻ്റ് ലൈൻ എന്ന് പറയുന്നത്. ലേബൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുപോലെ ആ ലേബൽസ് f(a) ആണിത്, ഇത് f(a+h) ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള, അതാണ് ലേബൽസ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത് മാറുന്നതനുസരിച്ച് നമുക്ക് h മാറ്റുന്നതനുസരിച്ച് നമുക്കിവിടെ മാറ്റം ഉണ്ടാവാം. ആ മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇത് സീക്വൻ്റ് ലൈൻ, ഇത് ഈ കർവിലെ 2 പോയിൻ്റാണിത്, അല്ലെങ്കിൽ ഈ ലൈനിലെ സീക്വൻ്റ് ലൈനിലെയും 2 പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് a+h-ഉം f(a+h)ഉം f(a) ആയതുകൊണ്ട് ഇത് തമ്മിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത്, അതായത് സീക്വൻ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാം f(a+h) മൈനസ് f(a/h) എന്ന് പറയാം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് ഉപയോഗിച്ച് y2 - y1/x2 - x1 എന്ന് പറയുന്നത് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണിത്. അപ്പോൾ അത് ഈ കർവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ, ഈ ലൈനിൽ നിന്നും, സീക്വൻ്റ് ലൈനിൽ നിന്നും കിട്ടുന്നത് ഇങ്ങനെയാണ്. അത് നമ്മൾ ഓരോന്ന് h മാറ്റുന്നതനുസരിച്ച് കിട്ടുന്ന വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ വാല്യൂ ഉണ്ടോ, 1/3 ആണ് എന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂ ആണ്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്കിതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആദ്യം സെറ്റ് ചെയ്യണ f(x) ആണ് കേട്ടോ, x² ആൻഡ് a = 1 എന്നും, പിന്നെ ടാൻജൻറ്റ് ലൈനും സീക്വൻ്റ് ലൈനും ഷോ ചെയ്യുന്നു. പിന്നെ h എന്ന് പറയുന്നത് 1-ൽ നിന്നും 0-ലോട്ട് ഗ്രാജുവലി മാറ്റിയിട്ട് ഒബ്സർവ് ദ സീക്വൻ്റ് ലൈൻ, വാട്ട് ഹാപ്പൻസ് ഇറ്റ് അപ്രോച്ചസ് ടു 0. നോക്കാം. നമ്മൾ ഇവിടെ h എന്ന് പറയുന്നത് 1-ൽ നിന്നും 0-ലോട്ടൊന്ന് ഗ്രാജുവലി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ സീക്വൻ്റ് ലൈനിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സീക്വൻ്റ് ലൈനും ടാൻജൻറ്റ് ലൈനും ഏകദേശം ഒരേപോലെ വരിക ചെയ്യുന്നത്. 0-ലോട്ട് എടുക്കുമ്പോഴത്തേക്ക് സീക്വൻ്റ് ലൈനും ടാൻജൻറ്റ് ലൈനും ഏകദേശം ഒരേപോലെ മാറുന്നു. ഇതുപോലെ തന്നെ അടുത്തും ചോദിക്കുന്നുണ്ട്, -1-ൽ നിന്നും 0-ലോട്ട് നമ്മൾ ഗ്രാജുവലി ചേഞ്ച് ചെയ്യുമ്പോൾ ആ സീക്വൻ്റ് ലൈൻ എന്ത് സംഭവിക്കുന്നു എന്നും ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ കാണാം. ഇപ്പുറത്താവും -1 ആണ്, ഇവിടെ നിങ്ങോട്ട് മാറ്റുമ്പോഴും അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ 0 ആവുമ്പോൾ എന്ത് സംഭവിക്കും, അതും അടുത്ത അങ്ങനെയാണ് ചോദിക്കുന്നത്. 0 വാട്ട് ഹാപ്പൻസ് സീക്വൻ്റ് ലൈൻ 0.
0 ആകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സ്ലോപ്പ് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ സീക്കൻഡ് ലൈനും ടാൻജൻറ്റും സെയിമായി മാറി, അപ്പം ഒരു പോയിൻ്റായി മാറുകയോ ചെയ്ത് അങ്ങനെ അതിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റെ ഒബ്സർവേഷനകത്ത് ഇങ്ങനെ പറയാം, ഈ ആസ് h ടെൻഡ്സ് ടു 0 secant line approaches to tangent line at P അങ്ങനെ പറയാം. When h equal to 0 q coincide with P, so secant line is not defined, hence it vanishes, so it is not possible to find the slope of the tangent directly. അപ്പോൾ അവിടെ നമുക്ക് ടാൻജൻറ്റിനുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. Slope of the tangent is the limiting case of the slope of the tangent is the limiting case of the slope of the secant at h is equal to h tends to 0. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ഈസ് ദി ലിമിറ്റ് ഓഫ് സ്ലോപ്പ് ഓഫ് ദി സീക്വൻസ്. അതിന് നമുക്കിങ്ങനെ ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് a പ്ലസ് h മൈനസ് f ഓഫ് a ബൈ h എന്ന് എഴുതാം. ഇതെന്ന് പറയുമ്പോൾ സ്ലോപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ലിമിറ്റ്, ഇങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറയാം. ഇതിന് ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് എ എന്ന പോയിന്റിലായതുകൊണ്ട് എഫ് ഡാഷ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ടാൻജൻറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്, മനസ്സിലാക്കാം. ടാൻജൻറ്റ് ടു ദ കർവ് y is equal to f of x at the point P, f of a is the line passing through P and having slope f dash a if it exists. ഇങ്ങനെ ഒരു f dash എന്നൊരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ ആ പി കൂടി പാസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ലൈനിനെ നമുക്ക് ടാൻജൻറ്റ് y is equal to f of x ൻ്റെ ടാൻജൻറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതിനകത്തൊരു ക്വസ്റ്റ്യനൂടെ പറയുന്നുണ്ട്, ഒബ്സർവ് ചേഞ്ച് ഇൻ m as h approaches to 0 from left and right. Find the number to which m approaches in each case, hence find the slope of the tangent at P11. അപ്പോൾ ഇത് h നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, അപ്രോച്ചസ് 0 വരുന്നു ലെഫ്റ്റിൽ റൈറ്റിൽ കൂടി. അപ്പോൾ ഓരോ കേസിലും m അപ്രോച്ച് ചെയ്യുന്ന നമ്പർ കണ്ടുപിടിക്കണം. അത് ഹെൻസ് അതിൽ നിന്നും സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് അറ്റ് P11 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടാണ് P11 എസ് കോർഡിനേറ്റ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ഇന്നും മാറ്റുന്നു. നമുക്കറിയാം ഗ്രാജുവലി മാറ്റുമ്പോൾ ഇത് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് ഗ്രാജുവലി നമുക്ക് മാറ്റി നോക്കാം. രണ്ട് സെയിമാണ് നോക്കാൻ വേണ്ടി സ്പ്രെഡ്ഷീറ്റ് എടുക്കുന്നു. സ്പ്രെഡ്ഷീറ്റ് എടുത്തിട്ട് ഞാനിവിടെ സ്പ്രെഡ്ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് ഈ സ്ലോപ്പ് ഓഫ് ദ സെക്കൻഡ് ലൈനാണ്. അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്കോർഡ് സ്പ്രെഡ്ഷീറ്റ് കൊടുത്താൽ മതി. ഇവിടെ ഓട്ടോമാറ്റിക് എന്നിട്ട് 10 കൊടുക്കാം, അതിൽ കൂടുതൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ ഇത് ഞാൻ ഗ്രാജുവലി മാറ്റുമ്പോൾ നമ്മൾ 10 റെക്കോർഡ് ചെയ്യാൻ പറയുന്നുള്ളൂ, 10 റോയെ പറയുന്നുള്ളൂ. അപ്പോൾ അവസാനത്തെ 10 വാല്യൂസ് ആയിരിക്കും ഇതിനകത്ത് കാണിക്കുന്നത്. സീറോയിലോട്ട് ടെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാണിക്കുകയാണ്. നമുക്കറിയാം അത് ഏകദേശം 2 വാല്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം 2 ടെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കറിയാം. ഇനിയും ഇപ്പർ സൈഡിൽ നോക്കുന്നു. ഈ രണ്ട് കേസിലായാലും അത് നമുക്കറിയാം അത് ഏകദേശം അതിൻ്റെ 0 വന്നാൽ കാണിക്കത്തില്ല, കാരണം സ്ലോപ്പ് ഇല്ലെന്ന് നേരത്തെ പറഞ്ഞ്. ഞാനിപ്പോൾ 0 അടിക്കുകയാണെങ്കിൽ ഏകദേശം അത് 2 അടുത്തോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 എന്ന് പറയാൻ പറ്റും. ലെഫ്റ്റിലും റൈറ്റിലും സെയിം ആയെങ്കിൽ മാത്രമേ അത് സ്ലോപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് റൈറ്റ് ഡെറിവേറ്റീവ് എന്ന് പറയാം. അത് 2 ആണ് എന്നുവെച്ചാൽ 2 ലെഫ്റ്റ് ലിമിറ്റ് h ടെൻഡ്സ് ടു 0, ഇത് 2 ഇത് തന്നെയാണ്. എഫ് ഡാഷ് 2 എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറയുന്നതാണ്. ഇത്രയും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പറയാം അവിടെ സ്ലോപ്പ് ലെഫ്റ്റിലും റൈറ്റിലും പോകുമ്പോൾ 2 തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം. 1 അറ്റ് ദ പോയിന്റ് 1 എന്ന് പറയുന്നത് 2 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 14.1 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 14.2 ആണ്. ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നതാണ്.
Using the above applet, find the slope of the tangent to the curve given below at the given points using concept. ഇവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് കേസ് ഓഫ് സ്ലോപ്പ് ഓഫ് സീക്കൻറ്റ് എന്നാണ്. അതിനുവേണ്ടി ഇതാണ് ഇപ്പോൾ തന്നിരിക്കുന്ന 6 ഫംഗ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഉപയോഗിച്ച് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് കേസ് ഓഫ് സ്ലോപ്പ് ഓഫ് ദി സീക്വൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ പ്ലെറ്റ് 14.1 ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ പറയുന്നത് റൂട്ട് എക്സ് ആണ്. SQRT ബ്രാക്കറ്റിൽ എക്സ് എന്നടിക്കും. ഇതാണ് റൂട്ട് എക്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സ്ലോപ്പ്. ഇപ്പം ഞാൻ 1 നിന്ന് 0 ടെൻഡ് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ഇവിടെ 0.1 ഡിഫറൻസിലാണ് ഇവിടെ ഈ ഇൻക്രിമെൻ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇൻക്രിമെൻ്റ് ഒന്നുകൂടെ കുറയ്ക്കാൻ പോയാണ്. ഞാനത് 0.001 കൊടുക്കുന്നു. അതിന് ആ സ്ലൈഡർ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരും. ഈ വരുന്ന വിൻഡോയിൽ ഇവിടെ 00 ആയി കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ സ്പ്രെഡ്ഷീറ്റ് എടുക്കുന്നു. ആ സ്പ്രെഡ്ഷീറ്റിൽ ഞാൻ സ്ലോപ്പ് ഓഫ് ദി സീക്വൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നു. ഞാനിവിടെ ഗ്രാജുവലി ഇത് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് 10 വാല്യൂസ് അതിനകത്ത് കാണിക്കത്തുള്ളൂ. കാരണം നമ്മൾ 10 റോയെ കൊടുത്തിട്ടുള്ളൂ. മാറുന്നുണ്ട്. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഇത് 0.5 ഇനി ഏത് കൊടുത്താലും അതാണ് 0.5 ടെൻഡ് ചെയ്യുന്നത്. ഇത് അപ്രോച്ച് ചെയ്യുന്നത് തിരിച്ചെടുത്താലും അത് തന്നെയാണ്. സീറോയിലോട്ട് വന്നാൽ കിട്ടത്തില്ല. തിരിച്ചെടുത്താലും ഏകദേശം തന്നെ അപ്രോക്സിമേറ്റ്ലി 0.1 തന്നെയാണ് അത് വരുന്നത്. അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പറയാം. സ്ലോപ്പ് എന്ന് ലിമിറ്റ് h ടെൻഡ്സ് ടു f(1+h f(h). ഇത് 0.5 എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അടുത്ത ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. അടുത്തയും റൂട്ട് എക്സ് ആ 4.2 പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 4 ആക്കി കൊടുക്കുക. എക്സ് കോർഡിനേറ്റ് കൊടുത്താൽ മതി. 4 ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാം. 4.2 ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കുന്നതിന് മനസ്സിലാവും 0.25 അപ്രോച്ച് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും അത് തന്നെ ആയിരിക്കും. അങ്ങനെ അതുകൊണ്ട് നമുക്ക് പറയാം അതിൻ്റെ സ്ലോപ്പ് അത് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് വന്നാലും ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത് 0.25. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0.25 ആണ്. അറ്റ് ദ പോയിന്റ് 4.2 എന്ന് പറയാൻ പറ്റും. ആ പോയിൻ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അവിടെ എസ് കോർഡിനേറ്റ് ആണ് ഈ 4. അറ്റ് ദ പോയിന്റ് x is equal to 2 എന്നോ അല്ലെങ്കിൽ x is equal to 4 എന്നോ അല്ലെങ്കിൽ അറ്റ് ദ പോയിന്റ് 4.2 എന്നോ ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ സ്ലോപ്പ് കിട്ടുന്ന 0.25 ആണ്. അടുത്തത് പറയുന്നത് അടുത്ത s³ ആണ് പറയുന്നത്. ഇവിടെ അറ്റ് ദ പോയിന്റ് -1 ആണ്. x³ x⁻3. ഇവിടെ പറയുന്ന പോയിന്റ് -1 ആണ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ നമുക്കറിയാം
നെഗറ്റീവിലോട്ട് പോകരുത്, നമുക്ക് സീറോയിലോട്ട് ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ട് ടെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി ഇത് 3ക്ക് അടുത്തോട്ടാണ് വരുന്നത്. ലെഫ്റ്റിൽ നിന്ന് പോയാലും ഇത് തന്നെയാണ്. ഇനിയും നമ്മൾ ഇൻക്രിമെൻറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇച്ചിരി അടുത്ത് കാണാം, 3ക്ക് അടുത്ത് വരുന്നതായിട്ട്. അപ്പോൾ നമുക്കറിയാം 3ക്ക് അടുത്ത് തന്നെ വരുന്നത്. അല്ലാതെ തന്നെ പറയാൻ പറ്റും നമുക്കറിയാം എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ 3s² ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 3 ആണ് വരുന്നത്. അതാണ് സ്ലോപ്പ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഇന്നും അങ്ങനെയും കിട്ടും. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് 3 ആണെന്ന് പറയാം. പക്ഷെ അടുത്ത പറഞ്ഞേക്കുന്നത് x=0 ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 0 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. 0 കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള നമ്മൾ ടാൻജൻ്റ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പോയിന്റിൽ കൂടി സ്പർശിച്ചു പോകുന്നതിനാണ് നമ്മൾ ഈ ടാൻജൻ്റ് എന്ന് പറയുന്നത്. അത് സർക്കിളിലാകുമ്പോൾ അത് കറക്റ്റാണ്. പക്ഷെ മറ്റു കർവുകൾ വരികയാണെങ്കിൽ നമുക്കവിടെ ആ സ്പർശിച്ചു പോവുകയും ചെയ്യും, അതുകൂടാതെ തന്നെ മറ്റൊരു പോയിന്റിൽ കട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളതിനെ നമുക്ക് ഈ ടാൻജൻ്റ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ ഇത്. നമുക്ക് 0 ഇതെന്ന് പറയുന്നത്, അപ്പോൾ ഞാനിത് 0 ടെൻഡ് ചെയ്യുമ്പോൾ അത് x-ആക്സിന് പാരലായിട്ടായി മാറുകയാണ്. x-ആക്സിന് പാരലായിട്ട് പോകുമ്പോൾ നമുക്കറിയാം അവിടെ x-ആക്സിന് പാരലായിട്ടായി കഴിഞ്ഞാൽ അത് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം അവിടെ സ്ലോപ്പ് 0ക്ക് അടുത്ത് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഇവിടെ തിരിച്ചു വന്നാലും അത് തന്നെയാണ്. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഒരു പോയിന്റിൽ കൂടി ടച്ച് ചെയ്യുന്നതിന് മാത്രമല്ല നമ്മൾ ടാൻജൻ്റ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ കൂടി ടച്ച് ചെയ്യും, മറ്റൊരു പോയിന്റിൽ കൂടി കട്ട് ചെയ്താലും അതിനെ ടാൻജൻ്റ് എന്ന് പറയാം. അതിനൊരു എക്സാമ്പിളാണ് ഈ പറയുന്നത് s³ അറ്റ് ദ പോയിന്റ് x=0 എന്ന് പറയും. അപ്പോൾ ഇവിടെ അതിൻ്റെ നമുക്ക് പറയാം 0 ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇവിടെ 0 കൊടുക്കണം. അതുപോലെ അടുത്ത 5ാമത് പറയുന്നത് sin x ആണ് പറയുന്നത്. അത് ആദ്യത്തെ പോയിന്റ് 0 അപ്പോൾ 0ക്ക് കൊടുക്കുമ്പം ഇതാണ് നമുക്ക് 1ൽ നിന്നും ഗ്രാജ്വലി മാറ്റുമ്പോൾ നമുക്കറിയാം അത് കിട്ടുന്നത് ഏകദേശം 1ന് അടുത്തോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സ്ലോപ്പ് 1 എന്ന് പറയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നാലും അത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 1, sin x അതിൻ്റെ സ്ലോപ്പ് അറ്റ് x=0 അത് 1 ആണ്. ഇവിടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഇത് തന്നെ π/2 ചോദിച്ചേക്കുവാണ്. നമ്മളിവിടെ pi/2 കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ലെഫ്റ്റിൽ റൈറ്റിൽ നിന്ന് പോകുന്നത് മനസ്സിലാക്കുക. ലെഫ്റ്റിൽ കൂടെ പോയാലും റൈറ്റിൽ കൂടെ പോയാലും നമുക്കിവിടെ വരുന്നത് ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കണം. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് പറയാം അത് 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞ 1 ആണ്. അങ്ങനെ ഇത് ഓരോ സ്ലോപ്പും നമുക്ക് ഇത് ഉപയോഗിച്ച് ഈ അപ്ലറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അത് നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റോട് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഈ സൈഡറിൻ്റെ ആ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് വീണ്ടും ഡിഗ്രീസ് ചെയ്യുക. അതിൻ്റെ ആ ഇൻക്രിമെൻ്റ് കുറച്ച് പോയാൽ നമുക്കത് കൂടുതൽ അടുത്ത് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ആക്ടിവിറ്റി 14.2. അടുത്ത ആക്ടിവിറ്റി 14.3 ആണ്. ഇതെന്ന് പറയുന്നത് നോൺ ഡിഫറൻഷ്യബിലിറ്റി ജോമെട്രി. ഈ ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഫങ്ഷൻ്റെ ജോമെട്രിക് മീനിങ് കാണിക്കുകയാണ്. അതിനുള്ള എക്സാമ്പിൾസ് പറയാം. നോൺ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫങ്ഷൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ പറയാം. ഒന്നാമത് പറയുന്നത് ഇവിടെയാണ് പറയുന്നത് f(x)mod sin x. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ അതേ അപ്ലറ്റ് ഉപയോഗിച്ച് തന്നെയാണ് നേരത്തെ ചെയ്ത അതേ അപ്ലറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്.
മോഡ് സൈൻ എക്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ABS സൈൻ എക്സ് ആണ്. അടുത്ത പോയിന്റ് A is equal to 0 ആണ്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ അപ്ലറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് മോഡ് സൈൻ എക്സ് ആണ്. അപ്പം ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് മോഡ് സൈൻ എക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ABS ബ്രാക്കറ്റിൽ സൈൻ വീണ്ടും ബ്രാക്കറ്റിൽ എക്സ് എന്ന് ടൈപ്പ് ചെയ്യാവും. ഇവിടെ പോയിന്റ് ഇവിടെ A എന്ന് പറയുന്നത് 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് വേണമെങ്കിൽ ഞാൻ സ്പ്രെഡ്ഷീറ്റൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്ലോപ്പിനെ റെക്കോർഡ് ചെയ്യുന്നു. 10 റോ കൊടുക്കുന്നു. 0യിൽ നിന്നും 10 ചെയ്യുമ്പോൾ 0. നമുക്കറിയാം ഇത് 0 ഏകദേശം 1 10 അപ്രോച്ച് ചെയ്യുന്നത് പറയാൻ പറ്റും. ഈ ലെഫ്റ്റിൽ നിന്ന് വന്നാലും അത് തന്നെയാണ്, -1 അപ്രോച്ച് ചെയ്യുന്നു പറയാൻ പറ്റും. നമുക്ക് വാല്യൂ പോകുമ്പോൾ മനസ്സിലാവും -1 ഏകദേശം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്ന് റൈറ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ് ഇത് രണ്ട് സെയിം ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ലോപ്പ് ഇത് ഡെറിവേറ്റീവ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാൻ പറ്റും. ഈ കർവ് എന്ന് പറയുന്നത് ഷാർപ്പ് എന്ന് പറയും. ഷാർപ്പ് കർവെന്നും സ്മൂത്ത് കർവെന്നും ഉണ്ട്. ഇതേപോലെ ഒരു ഒടിവുണ്ടാവുക അല്ല, ഇങ്ങനെ ഒരു എഡ്ജിൽ നിന്നും ഇത് തിരിഞ്ഞു പോവുക, അങ്ങനെ പോകുന്നതിന് നമ്മൾ ഷാർപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ആണെന്നെങ്കിൽ ഇങ്ങനെയില്ല, അത് സ്മൂത്തായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ എഡ്ജ് വരുന്നില്ല. ഒരു എഡ്ജ് വരികയാണെങ്കിലാണ് നമുക്ക് ഇതേപോലെ ഇത് കൊടുക്കുക എഡ്ജാണ്. ഈ എഡ്ജ് വരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഷാർപ്പ് കർവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷാർപ്പ് കർവിന് ഒരിക്കലും അത് നമുക്ക് ഷാർപ്പ് കർവിന് അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ A = 0 എന്ന് പറയുന്നത് ഇത് ഷാർപ്പ് എഡ്ജാണ്, അതുകൊണ്ട് ഇതിന് ഡെറിവേറ്റീവ് ഇല്ല. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും വ്യത്യസ്തമാണ്. അപ്പോൾ സീക്വൻ്റ് ലൈൻ്റെ പിന്നെ ഈ പോകുന്ന ലൈൻ ഇത് ഇങ്ങനെ സീക്വൻ്റ് ലൈൻ ഇങ്ങനെ വരുമ്പോൾ ഇത് y = -x ആയി മാറും. തിരിച്ചാവുകയാണെങ്കിൽ ഇത് y = x എന്ന് പറയുന്ന ഗ്രാഫായി ലൈനായി മാറും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൺക്ലൂഷൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോൾ h → 0 ഫ്രം ദ റൈറ്റ് സീക്വൻ്റ് ലൈൻ അപ്രോച്ചസ് ദ ലൈൻ y = x. പിന്നെ പറയാം അതിൻ്റെ ലിമിറ്റ് അപ്പം 1 ആണ്. അതുപോലെ h- ആണെങ്കിൽ ഇവിടെ h+ എന്ന് കൊടുക്കാം, ഇവിടെ h- ആണെങ്കിൽ അതുപോലെ ലിമിറ്റ് -1 ആണ്. അതുകൊണ്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്, ആ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. f'0 എന്ന് പറയുന്നത് f'0 ഡസ് നോട്ട് എക്സ്, ഹെൻസ് ടാൻജന്റ് ഡസ് നോട്ട് എക്സ് അറ്റ് ദ പോയിന്റ് 0 0. അപ്പോൾ അത് ഇനി വേറൊരു നേച്ചർ പറയാം, കർവ് ഷാർപ്പ് അറ്റ് x = 0. ഷാർപ്പാണ്, ആ പോയിന്റിൽ വെച്ചത് വളഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും പറയാം. അടുത്ത പറയുന്നത് സൈൻ എക്സ് അറ്റ് x = π ആണ്. സൈൻ എക്സ് ആണ് പറയുന്നത്. സൈൻ എക്സ് π ആണ് പറയുന്നത്. ഈ π വേണമെങ്കിൽ നമുക്കിവിടെ x ആക്സിൽ π ആക്കാം. അതിനിവിടെ നമുക്ക് x ആക്സിൽ വേണമെങ്കിൽ π ആക്കാം. അതിന് നമ്മൾ ആക്സിസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സിൽ പോയി നമുക്കിവിടെ x ആക്സിസിൻ്റെ ഡിസ്റ്റൻസ് π/2 അല്ലെങ്കിൽ π/2 കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നല്ല സ്മൂത്താണ്. കാരണം ഇവിടെ ഈ ഒടിവ് വരുമല്ല, ഇവിടെ ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് അങ്ങ് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് ഡെറിവേറ്റീവ് ഉണ്ടാകും പൈയിൽ. പക്ഷെ പൈയിൽ ഡെറിവേറ്റീവ് ഉണ്ട്. ഇതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ റൈറ്റ് വാല്യൂസ്, റൈറ്റ് ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. രണ്ട് വാല്യൂ -1 വരുന്നുണ്ട്. ലെഫ്റ്റ് ആയാലും നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ശ്രദ്ധിച്ചാൽ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും -1 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ റൈറ്റ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഡെറിവേറ്റീവും ഇവിടെ സെയിം ആണ്, -1 ആണ്. അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ സ്മൂത്ത്, അതുകൊണ്ട് ഇത് സ്മൂത്ത് അറ്റ് x = π ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അതായത് f' എന്ന് പറയുന്നത് -1 ആയിരിക്കും, എന്ന് വെച്ചാൽ സ്ലോപ്പ് -1 ആയിരിക്കും എന്ന് പറയാം. അടുത്ത പറയുന്നത് സൈൻ മോഡ് x. അപ്പോൾ ഇവിടെ സൈൻ മോഡ് x എന്ന് പറയുമ്പം
അവിടെ പറയുന്ന പോയിന്റ് x is equal to പൈ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, പൈ ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് സ്മൂത്താണ്, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 0 ചെക്ക് ചെയ്യാനായിരുന്നെങ്കിൽ ഇത് സ്മൂത്ത് അല്ല. ഇവിടെ 0 ആയിരുന്നെങ്കിൽ ഇത് സ്മൂത്ത് അല്ല, ഇത് ഷാർപ്പായി മാറിയേനെ. പക്ഷേ പൈ എന്ന് പറയുന്ന പോയിന്റിൽ ഈ 0 ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റിലും സൈൻ മോഡ് എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. നമുക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ വാല്യൂ -1 ആണ് കിട്ടുന്നത്. അത് ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും അത് -1 തന്നെ വരുന്നത്. ലെഫ്റ്റ് ഡെറിവേറ്റീവ് ആയാലും റൈറ്റ് ഡെറിവേറ്റീവ് ആയാലും -1 തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പോയിന്റ് 0-ലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഒബ്സർവേഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയാം, ലെഫ്റ്റ് ഡെറിവേറ്റീവ് റൈറ്റ് ഡെറിവേറ്റീവ് is equal to -1, so f dash phi is equal to -1. Secant lines on both approaches to ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ സ്മൂത്ത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ, സ്മൂത്ത് ആയിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഉണ്ട്. അടുത്ത മോഡ് എക്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ABS എക്സ് എന്ന് കൊടുത്താൽ മതി. ഇത് നമുക്കറിയാം, ഇത് ഒറ്റ കൊടുത്ത് നോക്കിയറിയാം ഇത് ഷാർപ്പ് കർവാണ്, കാരണം ഇത് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് നമുക്കിതിനെ തന്നെ നമുക്കത് ഡെറിവേറ്റീവ് ഇല്ല എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം റൈറ്റ് 1 ആണ്, പക്ഷെ ലെഫ്റ്റ് വരുമ്പോൾ -1 ആണ് ലെഫ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ പോയിന്റ് പറഞ്ഞേക്ക് നമുക്കിവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ ഇത് മാറ്റിയിട്ട് 0 കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1 ആയി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് 1ഉം -1ഉം ആണ്. ഏത് വാല്യൂ കൊടുത്താലും അങ്ങനെ 1ഉം -1ഉം ആണ് വരുന്നത്. ആ സ്പ്രെഡ്ഷീറ്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഇവിടെ നിന്ന് ഒരു ഒടിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് ഷാർപ്പാണ്. അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റും ലെഫ്റ്റ് ഡെറിവേറ്റീവ് -1, റൈറ്റ് ഡെറിവേറ്റീവ് 1, സോ f dash 0 does not exist. നമുക്ക് പറയാം ഇവിടെ ഡെറിവേറ്റീവ് ഇല്ല എന്ന് പറയാം. അത് ഷാർപ്പ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി ഇതെങ്ങനെ നോക്കാം, ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ്. ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഫംഗ്ഷൻ ഓർമ്മ വേണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇവിടെ ഈഫ് എന്ന് പീസ് വൈസ് ആണെങ്കിൽ നമ്മൾ ഈഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ ആദ്യം കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ പറയുമ്പോൾ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ ടു 2 ആദ്യത്തെ കണ്ടീഷനാണ്. കോമ അതിൻ്റെ ഫംഗ്ഷൻ കൊടുക്കണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² ആണ്, x⁻². കോമ ഇട്ടിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ കൊടുക്കണം. കണ്ടീഷൻ അല്ല, ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x ആണ്. ചെക്ക് ചെയ്യാൻ പറയുന്ന പോയിന്റ് 2 ആണ്. ഇപ്പോൾ ഇവിടെ ഏഴ് ഇത് 2 കൊടുക്കുക. എന്നിട്ട് നമുക്കിതേപോലെ മാറ്റി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് 2 ആണ് റൈറ്റ്. പക്ഷെ ലെഫ്റ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇവിടെ ഒരു സ്മൂത്ത് അല്ല, ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജാണ്. ഇവിടെ തിരിഞ്ഞു പോവുകയാണ്. ഇവിടെ ഈ പോയിന്റിൽ ഇത് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് തന്നെ പറയാൻ പറ്റും ലെഫ്റ്റ് ഡെറിവേറ്റീവ് 4 ആണ്, റൈറ്റ് ഡെറിവേറ്റീവ് 2 ആണ്. f'(2) does not exist. Secant lines approaches to different lines. Tangent line does not exist. Sharp at x is equal to 2 ആണ്. ഷാർപ്പാണ്. x is equal to 2ൽ ഇത് ഷാർപ്പാണ്. ഇവിടെ ലെഫ്റ്റ് ആണ്. ഇവിടെ വരുമ്പോൾ 4 ആണ്, ഇവിടെ വരുമ്പോൾ 2ഉം കിട്ടുന്നുണ്ട്. നമ്മൾ നോക്കിയാൽ മനസ്സിലായാൽ മതി. 2ൻ്റെ അടുത്തോട്ട് അറ്റൻഡ് ചെയ്യുന്ന ഇതോട് നോക്കുക. തിരിച്ചു വരുമ്പോൾ 4ഉം ആണ്. ലെഫ്റ്റ് ഡെറിവേറ്റീവ് 4 ആണ് കിട്ടുന്നത്. പക്ഷെ എന്നാൽ അപ്പോൾ അതുകൊണ്ട് ഡെറിവേറ്റീവ് ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ പറയുമ്പോൾ ഷാർപ്പാണ്. ഒറ്റയടിക്ക് പറയാം ഷാർപ്പ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഇല്ലെന്ന് പറയാം. അടുത്ത ഫംഗ്ഷൻ പറയുന്നത് x⁻⁴ ആണ്. x⁻ ബ്രാക്കറ്റിൽ 1/3.
അതിങ്ങനെയാണ് വരുന്നത്. പോയിന്റ് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. ഇത് സ്മൂത്താണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സ്മൂത്താണ്, പക്ഷേ നമ്മളത് ഈ സീക്കൻഡ് എന്ന് പറയുന്നത്, സീക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് അത് ടാൻജൻ്റായി മാറുമ്പോൾ അത് വൈ ആക്സിസിനായി മാറുവാണ്. അതുകൊണ്ട് വൈ ആക്സിസ് പാരലായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം ടാൻജൻറ്റ് സ്ലോപ്പ് ഇല്ലെന്ന് പറയാം. അപ്പോൾ ഇത് സ്മൂത്താണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അല്ല. ഇങ്ങനെ പറയാം, സീക്കൻഡ് ലൈൻസ് ബോത്ത് സൈഡ്സ് അപ്രോച്ചസ് വൈ ആക്സിസ്, ഹെൻസ് രണ്ട് സൈഡിലും അങ്ങനെ തന്നെ വരുന്നത്. ഹെൻസ് ടാൻജൻറ്റ് എക്സിസ്റ്റ്, ബട്ട് സിൻസ് ദ സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് നോട്ട് ഡിഫൈൻസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. പക്ഷെ സ്മൂത്താണ്. അപ്പോൾ എല്ലാ സ്മൂത്ത് ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. പക്ഷെ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും സ്മൂത്തായിരിക്കും. അതിൻ്റെ എക്സാമ്പിളായത്. അപ്പം ഇത് ഡിഫറൻഷ്യബിൾ ആണ്, സ്മൂത്ത് അല്ല. അതിനുള്ള എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ എല്ലാ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും സ്മൂത്ത് ആയിരിക്കും, പക്ഷെ സ്മൂത്തായിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. ഇതും അതുപോലെ കൊടുക്കാം. പക്ഷേ ഇവിടെ കൊടുക്കുമ്പോൾ <= ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഈ കണ്ടീഷൻ വേണേൽ ആദ്യം കൊടുക്കാം. x = കൊടുക്കണം, 2 = കൊടുക്കണം. എന്നിട്ട് 2 കൊടുക്കുക, അതിന് 6, പിന്നെ ഈ കണ്ടീഷൻ എഴുതുക. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ബ്രേക്കാണ് ഉണ്ടാകുന്നത്. ആ ബ്രേക്ക് വന്നാൽ നമുക്കറിയാം അതിന് ഡെറിവേറ്റീവ് ഉണ്ടാകത്തില്ല. ഇതും അതുപോലെ ടൈപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ നമുക്ക് ക്ലാസ്സിൽ, നമ്മൾ ലാബിലല്ല ക്ലാസ്സിൽ കുട്ടികളെ കാണിക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ലാബാണിത്. കാരണം ഈ ഡെറിവേറ്റീവും ആവുന്നതും ആവാത്തതുമായിട്ടുള്ള കണ്ടീഷൻസ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അത് സ്ലോപ്പുമായിട്ടുള്ള ബന്ധം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ലാബാണ് ഇതെന്ന് പറയുന്നത്.